അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾക്ക് ഭൂമി നിറയെ കടങ്ങളുണ്ടെങ്കിലും അതൊക്കെ വീടാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിലെ ആല് ഇമ്രാൻ സൂറത്തിലെ 26, 27 ആയത്തുകൾ നിങ്ങൾ പതിവാക്കുക. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. ഈ ആയത്തുകൾ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ എത്ര കടങ്ങളുണ്ടെങ്കിലും അത് വീട്ടാനുള്ള വഴി അല്ലാഹു തആല തുറന്നു തരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായി ഒരു കാര്യവും പറയില്ല. സ്വന്തമായി പറഞ്ഞാൽ തന്നെ അത് നമുക്ക് ഹദീസാണ്. നബി തങ്ങൾ പറയണമെങ്കിൽ അത് അള്ളാഹുവിന്റെ അടുത്ത് നിന്നും വഹി വന്നിട്ട് വേണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത് അള്ളാഹുവിന്റെ അറിയിപ്പാണ്. അപ്പൊ ആ പരിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ അത് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കടങ്ങളും വീടാനുള്ള വഴി അല്ലാഹു തആല നമുക്ക് തുറന്നു തരും. അത് എപ്പോഴാണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത്, പറയാനുണ്ടായിരുന്ന സാഹചര്യമൊക്കെ വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആളുകളൊന്ന് പോയി കാണുക. വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് കണ്ടാൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.